ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ എല്ലാവർക്കും നമസ്കാരം. കോൺഗ്രസ് എസ് എന്ന പ്രസ്ഥാനം എന്താണെന്നും അതിനെപ്പറ്റി അത് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നും നമുക്കെല്ലാം വിശദമായിട്ട് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് അംഗമായ സന്തോഷ് ചേട്ടൻ, UDM വർഗീസ്, ജോണേട്ടൻ എല്ലാവരും പറഞ്ഞു. അപ്പൊ അതിന് കൂടുതൽ പറയുന്നത് ഒരു ആവർത്തന വികസതയോ. നമുക്ക് രാജ്യത്തെ ഗാന്ധിജിയിലേക്ക് മടങ്ങുന്ന രാജ്യത്തെ രക്ഷിക്കുന്ന നമ്മുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ഈ കോൺഗ്രസ് എസ് എന്ന പ്രസ്ഥാനത്തിന് ശക്തി കൊടുക്കുക എന്നതാണ് നമ്മുടെ എല്ലാം ധാർമ്മികമായ ഉത്തരവാദിത്വം. ജോണേട്ടൻ പറഞ്ഞതുപോലെ BJP എന്ന പ്രസ്ഥാനം ഹിന്ദുത്വം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാലും ആ ഹിന്ദുത്വം കൊണ്ടുവരുന്നതിന് വ്യത്യാസമുണ്ട്. ഊണൂലുള്ളവർക്ക് മാത്രമാണ് അവര് മുൻഗണന കൊടുക്കുന്നത്. അതിൽ താഴെയുള്ളവർക്കൊന്നും BJPയിൽ യാതൊരു മുൻഗണനയും ഇല്ല. അത് അവരപ്പോഴും താഴെ തന്നെ നിൽക്കുന്നത്. അപ്പൊ ഹിന്ദുത്വ രാജ്യമല്ല വേണ്ടത്. മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മനുഷ്യർ ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംഘടനയും ഒരു പ്രസ്ഥാനവുമാണ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യം. അതിന് കോൺഗ്രസ് എസ് പ്രസ്ഥാനം കൊണ്ടുനടക്കുന്ന ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറിന് അഴിമതിയുടെ പേരിലോ വേറെ ഒന്നിന്റെ പേരിലോ ചീത്തപ്പേരില്ലാത്തത് കൊണ്ട് ആ പാർട്ടിയാണ് നല്ലത് എന്ന് ചിന്തിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നത്. ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെ തന്നെ കടന്നു വന്ന ആളാണ്. 18ാമത്തെ വയസ്സ് മുതൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് കോൺഗ്രസ് ആയ മണ്ഡലം മാള മണ്ഡലം പ്രസിഡന്റായി, DICയിൽ വന്ന DICയുടെ മാള ബ്ലോക്ക് പ്രസിഡന്റായി. അവിടെ നിന്നിട്ടൊക്കെ പോരാക്കെ ചോദിച്ചു നിങ്ങളത് ഓടിയിറങ്ങി സ്ഥാനം കിട്ടാൻ വേണ്ടിയാണോ? അല്ല, നമുക്കൊരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ ആ നിൽക്കുന്ന പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ മനസ്സിന് തൃപ്തി വേണം. ആ തൃപ്തി എവിടെ കിട്ടുമെന്ന് അവസാനം NCP വന്നു. NCPയുടെ മഹിളയുടെ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയപ്പോഴും എൻ്റെ ചില ഇതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. സാറിനെ പോലെ തന്നെ ചില കാര്യങ്ങളിൽ കുറച്ച് സ്ട്രിക്റ്റ് ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അത് അവിടെ യോജിക്കാൻ പറ്റാതെ ഇരുന്നപ്പോഴാണ് ശ്രീ UDM വർഗീസിനോട് ഞാൻ പറഞ്ഞു, UB ഞാൻ NCP വിടുവാണ്, കോൺഗ്രസ് എസിലോട്ട് വരിക. UB പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ ചേച്ചി പോരാൻ പറഞ്ഞു. ഞാൻ UBയുടെ സ്ഥാനങ്ങളൊന്നും ചോദിച്ചില്ല. പക്ഷെ സാറിന്റെ പ്രസ്ഥാനം സത്യസന്ധമായി പോകുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു തരാൻ തയ്യാറുള്ള ആളും, അത് നമ്മുടെ നേതൃത്വത്തിലിരിക്കുന്ന ശ്രീ അനിലേട്ടനോട് എന്ത് കാര്യം അനിലേട്ടൻ നമ്മുടെ പാർട്ടിയിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, നമ്മളൊന്ന് അതിനെന്താ കൂടെ നമുക്ക് ലെറ്റർ കൊടുക്കാം. അങ്ങനെ ട്രാൻസ്പോർട്ടിൽ സ്ഥലം മാറ്റം, അതുപോലെ രജിസ്ട്രേഷൻ വകുപ്പിന്റെ സ്ഥലം മാറ്റം, ഇതെല്ലാം അനിലേട്ടൻ സാറായിട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് നടത്തി തന്നിട്ട് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ല നടത്തേണ്ടത്. സമൂഹത്തിൽ നമ്മുടെ കൂടെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ഇതിൽ പങ്കെടുക്കുന്ന അവർക്ക് വേണ്ട സഹായങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നോ അതാണ് ഒരു സാമൂഹ്യ പ്രവർത്തക ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ ചെയ്യേണ്ടത്. അത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ എന്ത് കാര്യങ്ങളും ജില്ലാ പ്രസിഡന്റിനോട് ഞാൻ പറയും. ജില്ലാ പ്രസിഡന്റ് അതിന് അനുവാദം തരും. സന്തോഷേട്ടനോട് വിളിച്ചു പറയും, UB വിളിച്ചു പറയും. UDM വർഗീസും സന്തോഷേട്ടനും സാറിന്റെ PAയും സെക്രട്ടറി ആയതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കൊരു കാര്യം അവിടെ അവതരിപ്പിക്കാം. പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇതുപോലെ തന്നെ ഞാൻ സെക്രട്ടറി ഒക്കെ ആയിരുന്ന NCPയിലൊന്നും എനിക്കൊരു നേട്ടങ്ങളും ഉണ്ടായിട്ടില്ല. ഇവിടെ നേട്ടം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ താലൂക്ക് വികസന കമ്മിറ്റി അംഗമാണ്, രജിസ്ട്രേഷൻ കമ്മിറ്റിയിലുണ്ട്. ഇങ്ങനെ ആ കമ്മിറ്റികളിലൊക്കെ പാർട്ടിയെ പ്രതിനിധാനം ചെയ്തത് കൊണ്ടാണ് എനിക്ക് അവിടെ സ്ഥാനം കിട്ടിയത്, അല്ലാതെ എൻ്റെ മഹത്വം കൊണ്ടല്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ ഈ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്നതുകൊണ്ട് സ്ഥാനങ്ങൾ തരുന്നുണ്ട്. അവരെ സഹായിക്കാൻ സന്നദ്ധത കാണിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അത് കടന്നപ്പള്ളി സാറ് നമ്മൾ എന്ത് പറഞ്ഞാലും സാറ് അത് പിന്നത്തേക്ക് വെക്കാറില്ല. സാറിനെ കൊണ്ട് പറ്റുന്നത് പോലെ സാറും ചെയ്തു തരാറുണ്ട്. പേഴ്സണലായിട്ട് എനിക്ക് ചെയ്തു തന്നു. എൻ്റെ അനിയത്തി സുഖമില്ലാതെ രാജഗിരി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ 3 ദിവസം കിടന്നു. 8,40,000 രൂപ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലായി. സാറിനെ വിളിച്ചു പറഞ്ഞു, സന്തോഷേട്ട സാറായിട്ട് പറഞ്ഞിട്ട് രാജഗിരി ഹോസ്പിറ്റലിലെ മാനേജ്മെന്റായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് 75 ലക്ഷം രൂപ 75,000 രൂപ അതിലെനിക്ക് കുറച്ച് കൊടുത്തു. അത് ആ കുടുംബത്തിന് ആള് മരിച്ചുപോയി, അത് വേറെ വിഷയം. പക്ഷെ നമ്മൾ ആ പ്രസ്ഥാനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ വിഷമം പറഞ്ഞ് കേൾക്കാൻ തയ്യാറായൊരു മിനിസ്റ്ററാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനം സന്തോഷേട്ടനും സാറും അനിലേട്ടനും പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ ഭവന തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് എല്ലാ മണ്ഡലങ്ങളിലും ആളെ നിർത്തുക, അവരെ വിജയിപ്പിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രവർത്തകർ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് പാർട്ടിയെ ഒരാളുടെ പേഴ്സണൽ
സർക്കാരിന്റെ പാർട്ടിയിൽ നിൽക്കുന്ന നമ്മൾ ആരും തന്നെ അഴിമതിക്ക് കൂട്ടി നിൽക്കരുത്, അതിന് തയ്യാറാവരുത് എന്ന് മാത്രം